ദേവപഞ്ചമി ഭാഗം 75. തല പൊട്ടിപ്പോകുന്നത് പോലെ തോന്നിയതും ബ്രഹ്മദത്തൻ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി. ഫ്രഷായി ഇറങ്ങി താഴേക്ക് വരുമ്പോൾ കണ്ടു കോഫിയും കുടിച്ചുകൊണ്ട് സോഫയിലിരിക്കുന്ന അച്ഛനെയും മുത്തശ്ശനെയും അവരുടെ അടുത്തായിരിക്കുന്ന അരുന്ധതിയും ഉണ്ട്. അവൻ സോഫയിൽ വന്നിരുന്നു കൊണ്ട് തല അമർത്തി തടവിക്കൊണ്ടിരുന്നു. എന്തുപറ്റി, ഏട്ടന് നല്ല തലവേദന ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അരുന്ധതി മെയ്ഡിനെ വിളിച്ച് അവന് കോഫി കൊണ്ടുവന്ന് കൊടുക്കാൻ പറഞ്ഞു. ആ സ്റ്റാഫ് അവന് കോഫി കൊണ്ടുവന്ന് കൊടുത്തു. അവൻ കുടിക്കുന്നത് വരെ അവന്റെ അച്ഛനും മുത്തശ്ശനും അരുന്ധതിയും ഒന്നും മിണ്ടാതെ ഇരുന്നു. എന്താണ് ബ്രഹ്മദത്ത നിന്റെ പ്രശ്നം? ആര്യൻ പഞ്ചമിയെ നേരത്തെ വിവാഹം കഴിച്ചതാണ്. അവർ ഭാര്യയും ഭർത്താവുമാണ് എന്ന് നിനക്ക് അറിയാവുന്നതല്ലേ. പിന്നെ നീ എന്തിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്? ആ വീഡിയോ കണ്ടിട്ട് ബ്രഹ്മദത്തിന്റെ അച്ഛൻ ചോദിച്ചു. അച്ഛൻ അറിയില്ല, ആ ക്ഷേത്രത്തിൽ വെച്ച് ആര്യൻ പഞ്ചമി വിവാഹം കഴിച്ചുവെങ്കിൽ ഇനി മുതൽ അമ്പാട്ട് തറവാട്ടിന്റെ ശിവക്ഷേത്രം നൂറ്റാണ്ടുകളുടെ ചരിത്രവും ദൈവികതയും അധികാരവും ഒരുപോലെ ചേരുന്ന ഒരു വിശുദ്ധ ക്ഷേത്രമാണിത്. അവിടുത്തെ രക്ഷാധികാരി എന്ന പദവി വെറുമൊരു ഔപചാരിക സ്ഥാനമല്ല. അമ്പാട്ട് കുടുംബത്തിന്റെ മരുമകനാവുന്നത് വെറുതെ ഒരു ബന്ധമല്ല. അത് ശിവക്ഷേത്രത്തിന്റെ രക്ഷാധികാരിയുടെ കസേരയാണ്. അത് നാടിന്റെ വിശ്വാസത്തിന്റെ താക്കോലാണ്. ശ്രീനിവാസന്റെ മകളായ ദേവപഞ്ചമിയെ ആരാണ് വിവാഹം കഴിക്കുന്നത്? അവനാണ് ആ നടയിൽ ദീപം തെളിയിക്കാനുള്ള അവകാശം, ഉത്സവങ്ങൾ നിയന്ത്രിക്കാനുള്ള അധികാരം, ആറാട്ടിന് ആദ്യ കുമ്പൾ വെള്ളം തൊടാനുള്ള ഭാഗ്യം. അത് ശ്രീനിവാസന് ആൺമക്കളില്ലാത്തത് കൊണ്ട് മകളെ വിവാഹം കഴിക്കുന്നവനാണ് വന്നു ചേരുന്നത്. എന്നുവെച്ചാൽ ആ സ്ഥാനത്തിനു വേണ്ടി മാത്രമല്ല ഞാൻ അവളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചത്. അവളിലൂടെ കിട്ടാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് സ്വത്തുക്കളുണ്ട്, ഒരുപാട് അധികാരങ്ങളുണ്ട്. എല്ലാം ഇനി മുതൽ ആര്യവീറിന് ആണല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ആ പെണ്ണിനെ വിവാഹം കഴിക്കുന്നതിലൂടെ അപ്പോ ഒരുപാട് സൗഭാഗ്യങ്ങൾ കിട്ടുമായിരുന്നു അല്ലേ? ശരിക്കും നീ അതെല്ലാമാണോ ബ്രഹ്മദത്ത ആഗ്രഹിച്ചത്? അല്ലെങ്കിൽ അവളിനെ ശരിക്കും ഇഷ്ടപ്പെട്ടത് തന്നെയാണോ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത്? ബ്രഹ്മദത്തന്റെ അച്ഛൻ ചോദിച്ചു. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അതോടൊപ്പം അവളിലൂടെ കിട്ടാൻ പോകുന്ന പദവി, പ്രശസ്തി എല്ലാം ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇപ്പോ അതെല്ലാം എന്റെ ഏറ്റവും വലിയ ശത്രുവിന് തന്നെ കിട്ടിയെന്നോർക്കുമ്പോൾ തന്നെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട്, ബ്രഹ്മദത്തൻ പറഞ്ഞു. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആര്യവീറിന്റെ വളർച്ച, ആ വളർച്ചയെ തടയിടുക എന്നത് മാത്രമേ ഇനി നമ്മുടെ മുന്നിൽ ഒരു വഴിയുള്ളൂ, ബ്രഹ്മദത്തന്റെ അച്ഛൻ പറഞ്ഞു. പക്ഷേ അത് നീ നിസ്സാരമായി കാണരുത്. അത് ബാലിക്കേറ മല തന്നെയാണ്. ഒരുപാട് കടമ്പകളുണ്ട്. ഇനിയിപ്പോ അവൻ കൂടുതൽ ശക്തനായിരിക്കുന്നു. കാരണം അവൻ അറിയില്ല, അല്ലെങ്കിൽ അവൻ അന്വേഷിച്ചിറങ്ങിയിട്ടില്ല ദേവപഞ്ചമിയുടെ ആസ്തി. അവളെ എനിക്കിഷ്ടമായപ്പോ ഞാൻ ആദ്യം ചെയ്തത് അവളെക്കുറിച്ച് അന്വേഷിച്ച് ഇറങ്ങുകയായിരുന്നു. അതിലൂടെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞത്. അതുപോലെ ആര്യൻ ഒരുപക്ഷെ അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ടാകില്ല. അവൻ അതിന്റെ ആവശ്യമില്ല. അന്വേഷിച്ചിട്ട് ഉണ്ടാകും അവളെക്കുറിച്ച് മാത്രം. വേറെ അധികാരങ്ങളെക്കുറിച്ചോ അവളുടെ സ്വത്തുക്കളെക്കുറിച്ചോ ഒന്നും അവൻ അന്വേഷിച്ചിട്ടുണ്ടാവില്ല. അന്വേഷിച്ചിരുന്നു എങ്കില് ആ വിവാഹം കുറച്ചുനാൾ മുമ്പേ നടന്നേനെ. ആര്യൻ എല്ലാവർക്കും വളരെ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന അവളുടെ അച്ഛന്റെ ആഗ്രഹം അവൻ മുന്നേ സാധിച്ചു കൊടുത്തേനെ, ബ്രഹ്മദത്തൻ പറഞ്ഞു. അല്ലെങ്കിലും ആര്യന് സ്വത്തോ പണമോ ഒന്നും വലിയ പ്രശ്നമല്ല. അതിനെക്കുറിച്ച് അവൻ ചിന്തിക്കുക പോലും ചെയ്യില്ല. പക്ഷെ അവന് പ്രാധാന്യം വ്യക്തിബന്ധങ്ങളും സ്നേഹബന്ധങ്ങൾക്കുമാണ്. അരുന്ധതി പറഞ്ഞതും എല്ലാവരും അവളെ നോക്കി. ഇതെല്ലാം അറിയാമായിരുന്നിട്ടും പിന്നെ നീ എന്തിനാണ് അത് വേണ്ട എന്ന് വെച്ചത്? ബ്രഹ്മദത്തൻ ചോദിച്ചു. ഞാൻ വേണ്ട എന്ന് വെച്ചതിന് കാരണം എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ അവനെ വിവാഹം കഴിക്കുക എന്നത് നിങ്ങളുടെ ആഗ്രഹമായിരുന്നു. നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ അവനെ വിവാഹം കഴിച്ചത്, അല്ലാതെ എന്റെ ഇഷ്ടത്തിനല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കുറ്റം പറയാനുള്ള യോഗ്യതയില്ല. നിങ്ങളുടെ ആവശ്യം എന്തായിരുന്നോ അത് ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ഇഷ്ടങ്ങളിൽ കൈ കടത്തരുത് എന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, അവൾ ധാർഷ്ട്യത്തോടെ പറഞ്ഞു. ആയിക്കോട്ടെ, നീ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷേ ഒന്നോർക്കണം, നിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് നിന്റെ ഈ തോന്നിവാസം മുഴുവൻ നടക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും നിന്റെ ഈ തോന്നിവാസം ഇവിടെ നടക്കില്ലായിരുന്നു. ഇത്രയും നല്ലൊരു ബന്ധം കിട്ടിയിട്ടും അത് മര്യാദയ്ക്ക് കൊണ്ടു നടക്കാതെ പോയ നീ ശരിക്കും ബുദ്ധിയില്ലാത്ത പെണ്ണാണെന്നേ ഞാൻ പറയൂ. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, നീ അവനുമായിട്ട് മര്യാദക്ക് ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക്
എനിക്ക് എന്റെ പെണ്ണിനെ കിട്ടുമായിരുന്നു. ബ്രഹ്മദത്തൻ പറഞ്ഞു. ഓ, അപ്പോ അതായിരുന്നു ഉദ്ദേശം. ഞാൻ വിചാരിച്ചു എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന്. ഞാൻ ആര്യവീർ വീരേന്ദ്രനാഥിന്റെ ഭാര്യയായിട്ട് സന്തോഷമായിട്ട് പുലിക്കാട്ടിൽ ജീവിക്കാൻ വേണ്ടിയാണ് എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അപ്പോഴും ഏട്ടൻ അവിടെ സ്വാർത്ഥതയാണ് ചിന്തിച്ചത്. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളാണ്, സ്വാർത്ഥതയാണ്. ഞാനും അതുപോലെ തന്നെയാണ് എന്ന് കരുതിയാൽ മതി. എനിക്കും എന്റെ ഇഷ്ടങ്ങൾക്കാണ് പ്രാധാന്യം. എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിക്കും. അതിനിടയിൽ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് ഞാൻ പ്രാധാന്യം നൽകിയില്ല. മറ്റുള്ളവർക്ക് വേണ്ടി നഷ്ടപ്പെടുത്താനുള്ളതല്ല എന്റെ ജീവിതം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി വാഷ്റൂമിൽ നിന്നും പഞ്ചമി ഇറങ്ങിയപ്പോഴാണ് ആര്യന്റെ ഫോണിലേക്ക് ആകാശിന്റെ കോള് വരുന്നത്. അത് കണ്ടതും പെട്ടെന്ന് തന്നെ പഞ്ചമി കോൾ അറ്റൻഡ് ചെയ്തു. ദേ, നിന്റെ കൊച്ചിനെ വേണമെങ്കിൽ വന്ന് കൊണ്ടുപോയിക്കോ. നിന്റെ സൗകര്യത്തിന് വേണ്ടിയാ ഞാൻ മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇന്നലെ ഒരു രാത്രി ഇവിടെ പിടിച്ചു നിർത്താൻ പെട്ട പാട് എനിക്കും അമ്മയ്ക്കും മാത്രം അറിയാം. എന്നിട്ട് നീ ആ കുഞ്ഞിനെ പറ്റി ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ഒന്ന് നോക്കിക്കേ. ആകാശ് പറഞ്ഞതും, ആകാശേട്ടാ, മോള് കരഞ്ഞോ? ബഹളം വയ്ക്കാണോ? പഞ്ചമി ചോദിച്ചു. മോളെ മോളെ നീയായിരുന്നോ? ഞാൻ ആര്യനാണ് എന്ന് കരുതിയാണ്. ആകാശേട്ടാ, അപ്പൊ അച്ചോട്ടൻ പറഞ്ഞിട്ടാണോ ചേട്ടൻ കുഞ്ഞിനെ കൊണ്ടുപോയതല്ലേ? അവൾ ചോദിച്ചു. ഏയ് ഏയ് ഇല്ല, ഞാൻ നിന്റെ അച്ചോട്ടൻ പറഞ്ഞിട്ട് ഒന്നുമല്ല ഞാൻ കുഞ്ഞിനെ കൊണ്ടുവന്നത്. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് പ്രൈവസി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അതുമാത്രമല്ല, നീ ശ്രീനിവാസൻ അങ്കിളിന്റെ ആ ആഗ്രഹം പറയാത്തതിന്റെ ദേഷ്യം അവനുണ്ടായിരുന്നല്ലോ. ആ ഒരു പിണക്കം മാറട്ടെ എന്ന് കരുതിയാണ് ഞാൻ. ആകാശ് പറഞ്ഞു. ആകാശേട്ടൻ കിടന്ന് ഉരുളണ്ട. ഇതിന്റെ കൂട്ടുപ്രതി ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ഞാൻ പിടിച്ചോളാം എന്തായാലും. ഞാനേ പെട്ടെന്ന് തന്നെ വരാം. മോള് കരയാതെ നോക്കണേ. അവൾക്ക് രാവിലെ എഴുന്നേക്കുമ്പോ പാല് മാത്രം കൊടുത്താൽ മതി, വേറെ ഒന്നും കൊടുക്കണ്ട. അവള് കരയുന്നില്ലല്ലോ? പഞ്ചമി ചോദിച്ചു. എന്റെ ദേവ, നിന്റെ മോള് ഒരു കുഴപ്പവുമില്ലാതെ ദേ കിടന്നുറങ്ങുന്നുണ്ട്. ആ പിന്നെ, നിങ്ങൾ ഇന്ന് രാവിലെ പുലിക്കാട്ടിലേക്ക് പോവല്ലേ? ആകാശ് ചോദിച്ചു. പോണമെന്നുണ്ട്, പക്ഷെ അച്ചുവേട്ടൻ വൈകിട്ട് പോകാന്ന് പറയുന്നത്. അതെന്താ വൈകിട്ട് പോകുന്നത്? വൈകിട്ട് ഫംഗ്ഷൻ നടക്കുന്ന ആ സമയത്ത് എത്താന്നാ പറഞ്ഞത്. പക്ഷേ മുത്തശ്ശി വിളിച്ചിട്ടുണ്ടായിരുന്നു, രാവിലെ തന്നെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞ കേൾക്കണ്ടേ അച്ചുവേട്ടൻ? ആര് പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നാണ് എന്റെ ഭാര്യ പരാതി പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ആര്യൻ അവളുടെ പുറകിലൂടെ വന്ന് അവളെ ചുറ്റിപ്പിടിച്ചു. വേറെ ആര്? അച്ചുവേട്ടൻ തന്നെ. അവൾ പറഞ്ഞു. ഞാൻ അനുസരിക്കുന്നില്ല എന്നോ? ഞാൻ എന്റെ ഭാര്യ പറഞ്ഞ അനുസരിക്കും. വേറെ ആര് പറഞ്ഞ അനുസരിച്ചില്ലെങ്കിലും എന്റെ പെണ്ണ് പറഞ്ഞ ഞാൻ കേൾക്കും, ആര്യൻ പറഞ്ഞു. അതെ മോനെ ആര്യവീറേ, ഫോണിന്റെ തലക്കില് ഞാനുണ്ട്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. ഞാൻ കേൾക്കും. ഫോണിന്റെ മറുഭാഗത്ത് നിന്ന് ആകാശ് പറയുന്നത് കേട്ടതും, നീ കേട്ടാലും എനിക്കെന്താ കുഴപ്പം? എനിക്ക് ഒരു കുഴപ്പവുമില്ല. എന്റെ ഭാര്യയോട് എനിക്ക് പറയണമെന്ന് തോന്നിയാ ഞാൻ പറയും. അതിപ്പോ ആര് കേട്ടാലും എനിക്ക് പ്രശ്നമല്ല, ആര്യൻ പറഞ്ഞു. അപാര തൊലിക്കട്ടിയാ നിനക്ക് എന്നെനിക്കറിയാം. ആ പിന്നെ, നിന്റെ മോളെ ഞാൻ പൊന്നുപോലെ നന്നായിട്ട് തന്നെ നോക്കിയിട്ടുണ്ട്. അതിന് കാര്യമായിട്ട് എന്തെങ്കിലും എനിക്ക് തരണം, ആകാശ് പറഞ്ഞതും, എന്തിന്? അതൊക്കെ നീ വരുമ്പോ കണ്ടാ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് ഫോൺ കട്ട് ചെയ്തു. പെട്ടെന്ന് പഞ്ചമി ആര്യന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിൽ കൈവച്ചു. പിന്നെ അവന്റെ മുഖത്തേക്ക് നോക്കി. അച്ചുവേട്ടനാണോ മോളെ അവിടെ കൊണ്ടുപോയി ആക്കാൻ താല്പര്യം കാണിച്ചത്? അവൾ ചോദിച്ചു. അങ്ങനെ അവൻ പറഞ്ഞോ? എന്തായാലും ഞാൻ പറഞ്ഞില്ല. ഇനി പറയണമെങ്കിൽ എനിക്ക് വളഞ്ഞു മൂക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരിട്ട് തന്നെ പറയും. ഇത് പക്ഷേ അവന്റെ പുന്നാര പെങ്ങളോട് ഞാൻ പിണങ്ങിയെന്ന് കരുതി അവൻ മനഃപൂർവ്വം നമുക്കൊരു സൗകര്യമൊരുക്കി തന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്, ആര്യൻ പറഞ്ഞു. അതെന്തിനാണെന്ന് മോൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്തായാലും ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. മോളെ പഞ്ചമി, ഞാനിപ്പോ മറ്റൊരു കാര്യമാണ് ആലോചിക്കുന്നത്. ഇനി പെട്ടെന്ന് അടുത്ത കുഞ്ഞുകൂടി വന്നാല് ഞാൻ കുറെ കഷ്ടപ്പെട്ടു പോവല്ലോ, ആര്യൻ പറഞ്ഞതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. മനസ്സിലായില്ലേ? ഇല്ല, അവൾ തലനക്കിക്കൊണ്ട് പറഞ്ഞു. മോളെ തന്നെ മാറ്റിക്കിടത്താൻ ഞാൻ പെടാപ്പാട് പെടുകയാണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ആകാശ് കൊണ്ടുപോയത് കൊണ്ടല്ലേ എനിക്ക് എന്റെ പെണ്ണിനെ സ്നേഹിക്കാൻ പറ്റിയത്. എന്റെ ആഗ്രഹം പോലെ, എന്റെ സ്വപ്നം പോലെ, യാതൊരു മറയുമില്ലാതെ തടസ്സവുമില്ലാതെ എനിക്ക് നിന്നെ പ്രണയിക്കാൻ പറ്റിയത്. ഇനിയിപ്പോ അടുത്ത ആളുകൂടി വന്നാ എന്റെ കാര്യം കഷ്ടത്തിലാവോലോ, അവൻ പറയുന്നത് കേട്ടതും അവൾ എന്റെ കവിളിൽ കുത്തി. ഇല്ലല്ലോ, ആരൊക്കെ വന്നാലും എന്റെ ആദ്യത്തെ പ്രയോറിറ്റി അച്ചോട്ടന് തന്നെ ഞാൻ തരാം.
പോരെ? അവൾ ചോദിച്ചതും ശരിക്കും? ഉറപ്പായിട്ടും? ഇനി വാക്ക് മാറ്റരുത്. ഫസ്റ്റ് പ്രയോറിറ്റി എനിക്ക് തന്നെ ആയിരിക്കണം. അവൻ പറഞ്ഞുകൊണ്ട് ഒരു കള്ളച്ചിരിയോടെ മീശത്തുമ്പ് കടിച്ച് അവളുടെ മാറിലേക്ക് നോക്കിയതും പെട്ടെന്ന് എന്തോ മനസ്സിലായതുപോലെ അവൾ അവനെ പിടിച്ച് തള്ളി. രാവിലെ തന്നെ നാണമല്ലല്ലോ, പോയി റെഡിയായിട്ട് വാ, മോളെ കൊണ്ടുവരാൻ പോണം. രാവിലെ കണ്ണു തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മളെ കണ്ടില്ലെങ്കിൽ വാശി കാണിക്കും. അതിനു മുമ്പ് എനിക്ക് അവിടെ എത്തണം. അവൾ പറഞ്ഞുകൊണ്ട് നടക്കാൻ പോയതും ആര്യൻ അവളുടെ കയ്യിൽ പിടിച്ചു. അതെ, മോള് വരുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടി. അവൻ പറഞ്ഞതും അവൾ ആര്യനെ നോക്കി. ഇനി എന്റെ അടുത്ത് വന്ന കൊല്ലും ഞാൻ. അവൾ പറഞ്ഞതും എന്തിന്? അവൻ ചോദിച്ചു. ഇന്നലത്തെ വേദനയെല്ലാം ഒന്ന് മാറി വരട്ടെ, എന്നിട്ട് അടുത്ത വേദനയ്ക്ക് ഞാൻ നിന്ന് തരാം. അവൾ പറഞ്ഞു. വേദനിപ്പിച്ചത് ഞാനാണെങ്കില് എനിക്ക് വേദന മാറ്റാനും അറിയാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് മറന്നുപോയോ എന്റെ ദേവ? അയ്യോ വേണ്ടായേ, അവൾ പുഞ്ചിരിയോടെ പറഞ്ഞതും അവൻ അവളെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി. ശരിക്കും വേദനിച്ചോ? ഇന്ന് ഞാൻ അപ്പൊ വരണ്ടേ? അവൻ ചോദിച്ചു. ചോദ്യം കേട്ട് അവൾ മുഖം കുനിച്ചു. അത് കണ്ടതും ആര്യൻ അവളെ താടിയിൽ പിടിച്ച് മുഖമുയർത്തിക്കൊണ്ട് ഞാൻ വരണ്ടേ? അവൻ വീണ്ടും ചോദിച്ചു. പോ അച്ചുവേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ നെഞ്ചിൽ മുഖം ചേർത്തു. ദേ, ഇപ്പോ മോളെ കൊണ്ടുവരാൻ പോകാമെന്ന് നീ തന്നെയാ പറഞ്ഞത്. എന്നിട്ടിങ്ങനെ ഒട്ടി വന്നാല് എന്നെ പ്രലോഭിപ്പിച്ചിട്ട് നീ തന്നെ പറയും ഞാനാണ് വഷളൻ എന്ന്. ആ ചീത്തപ്പേര് മുഴുവനും എനിക്ക് അല്ലേ? അവൻ ചോദിച്ചു. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. ഞാനൊരു കാര്യം പറയട്ടെ? അത് കേട്ട് അവൾ ചോദിച്ചു. എന്താ? ആര്യൻ അവളുടെ കവളിൽ പതിയെ തലോടിക്കൊണ്ട് ചോദിച്ചു. രാവിലെ വീട്ടിലേക്ക് പോകാം നമുക്ക്. മുത്തശ്ശി വിളിച്ചിട്ടുണ്ടായിരുന്നു, രാവിലെ തന്നെ ചെല്ലാൻ പറഞ്ഞു. രാവിലെ പോകണ്ട ദേവാ, നിന്നെ റെഡിയാക്കാൻ ഉച്ചയാകുമ്പോഴേക്കും ആൾ വരും. റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നും പോകാം. അതല്ലേ നല്ലത്. രാവിലെ അവിടെ എല്ലാവരും തിരക്കായിരിക്കും. ആര്യൻ പറഞ്ഞു. മതിയോ? അവൾ ചോദിച്ചു. മതിയെന്നേ. ശരി, എന്നാ വാ, മോളെ കൊണ്ടുവരാൻ പോകാലോ. അതിനെന്താ, പോകാലോ. എന്നാ റെഡിയാവ്, അവൻ പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് അവിടെ വന്നിട്ട് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ആകാശേട്ടനാ പറഞ്ഞത്. അതിനെന്താ, എന്നാ ഞാൻ റെഡിയായിട്ട് വരാം. പക്ഷേ അതിനു മുമ്പ് ഒരവസരം കൂടി. അവൻ ചോദിച്ചതും ഒന്ന് പോയേ, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നതും അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് ഓടി താഴേക്കിറങ്ങി. ദേവാ പതിയെ, വീഴും, ആര്യൻ പറഞ്ഞു. അവൾ പുഞ്ചിരിയോടെ താഴേക്ക് പോകുന്നത് നോക്കി നിന്ന ആര്യൻ റൂമിലേക്ക് നടന്നു. ആര്യൻ റെഡിയായി വരുമ്പോൾ പഞ്ചമി അവനെയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരും കൂടി ആകാശിന്റെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ടു താടിക്ക് കൈ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആകാശിനെ. എന്തുപറ്റി? പഞ്ചമി ചോദിച്ചു. എന്തു പറ്റിയെന്നോ? ഇതിൽ കൂടുതൽ ഒന്നും പറ്റാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് കവളിൽ നിന്ന് കൈയെടുത്തതും അപ്പോഴാണ് അവന്റെ കവളിൽ ചെറുതായി മാന്തിയ പാട് കാണുന്നത്. ഇതെന്തു പറ്റി? അത് കണ്ടതും ദേവ ചോദിച്ചു. നിന്റെ മോൾ ഇന്നലെ എനിക്ക് തന്ന സമ്മാനാണ്. അവിടെ മാത്രമല്ല, പറയാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ മാന്തി പൊളിച്ചു വെച്ചിട്ടുണ്ട്, ആകാശ് പറഞ്ഞതും. എവിടെ? ആകാംക്ഷയോടെ ആര്യൻ ചോദിച്ചതും. അയ്യോ, നീ ഉദ്ദേശിക്കുന്ന സ്ഥലത്തല്ല, എന്റെ നെഞ്ചു മുഴുവനും മാന്തി പറിച്ചു വെച്ചിരിക്കുക. രാത്രി എന്റെ അടുത്താണ് ഇന്നലെ കിടന്നുറങ്ങിയത്. എനിക്കറിയില്ലായിരുന്നു മോനെ ഇത് അത്രയും വലിയ പ്രശ്നമാണെന്ന്. ആകാശ് പറഞ്ഞുകൊണ്ട് ആര്യനെ നോക്കിയതും അവർ രണ്ടുപേരും ആകാശിന്റെ നെഞ്ചിലേക്ക് നോക്കി. അവിടെ മാന്തിയ പാടും കുഞ്ഞു പല്ലുകൾ കൊണ്ട് കടിച്ച പാട് കണ്ടതും അവൾ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് വേഗം അവിടെ നിന്നും മോള് കിടക്കുന്ന റൂമിലേക്ക് പോയി. ശരിക്കും വേദനിച്ചോടാ? ആര്യൻ ചോദിച്ചുകൊണ്ട് ആകാശിന്റെ അടുത്തേക്ക് ചെന്നതും. പൊക്കോണം എന്റെ അടുത്ത് നിന്ന്. നിനക്കൊരു സഹായം ചെയ്യാൻ നോക്കിയതാ, പക്ഷെ പട്ടി കടിച്ചു കീറി വെച്ചിരിക്കുന്നത് പോലെയാ കടിച്ചു വെച്ചിരിക്കുന്നത് നിന്റെ മോള്. നോക്കടാ, നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടിരുന്ന ടീഷർട്ട് പൊക്കി കാണിച്ചു. പോട്ടെ, സാരല്ല, കുഞ്ഞല്ലേ, ആര്യൻ പറഞ്ഞു. ഇത് നിനക്കറിയണമെങ്കിൽ നീ ഇന്ന് കുഞ്ഞിന്റെ അടുത്ത് ഒറ്റയ്ക്ക് കിടക്കണം. ടീഷർട്ട് ഇടരുത്. പിന്നെ പഞ്ചമിയും കൂടെ പാടില്ല. അപ്പൊ നീ അറിയും അതിന്റെ ഒരു വേദന. ആകാശ് പറഞ്ഞതും ആര്യൻ പൊട്ടിച്ചിരിച്ചു പോയി. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.